ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഒലിവിയയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും വീഡിയോസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളും ഇതിൻ്റെ ഒരു വീഡിയോസ് മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ പല ജോലി സ്ഥലങ്ങളിലും പല നിബന്ധനകളും ഫൈനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു സ്റ്റാഫ് നെക്സ്റ്റ് 2 സ്റ്റാഫിനെ ജോലിക്ക് കൊണ്ടുവരണം എന്നൊരു നിബന്ധനയും കൊണ്ടുവന്നില്ലെങ്കിൽ ഫൈൻ അടയ്ക്കണം എന്നൊരു നിബന്ധനയും അഥവാ കൊണ്ടുവരാത്ത പക്ഷം ആ കുട്ടി വല്ല തലചുറ്റി വീഴ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ മറ്റോ പാടില്ല എന്നുള്ള കർശനമായ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ മറ്റൊരിടത്തും തന്നെ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. മണി ചെയിൻ തട്ടിപ്പ് പോലെയുള്ള കാര്യങ്ങളിലും മാത്രമാണ് ഇതുപോലൊരു കാര്യം കേട്ടിട്ടുള്ളൂ. ഒരാൾ ചേർന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് 2 ആൾ ചേർത്ത് അപ്പോൾ അയാളുടെ കമ്മീഷൻ കിട്ടും, ആളും അടുത്ത 4 പേരെ ചേർത്ത് അപ്പോൾ അവരുടെ കമ്മീഷനും കിട്ടും, അങ്ങനെ ഒരു രീതി. പക്ഷെ ഒരു ജോലി സ്ഥലത്ത് പോലും ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാഫ് നെക്സ്റ്റ് 2 സ്റ്റാഫിനെ കൊണ്ടുവരാം അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കുക, ഈ ഒരു രീതി കേൾക്കാൻ പറ്റിയിട്ടില്ല. ഒരു സെയിൽസ് ഗേളിന് വാക്ചാതുര്യം ഉണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വേണ്ടെന്ന് വെച്ച് പോണ കസ്റ്റമറെ കൊണ്ട് നമ്മൾ സംസാരിച്ച് ആ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. എന്നാൽ ഒരു ജോലി സ്ഥാപനത്ത് ഒരു വ്യക്തി ജോലി ചെയ്യണമെങ്കിൽ അത് ആ വ്യക്തി തന്നെ തീരുമാനിക്കണം. ഒരാളുടെ സമ്മർദ്ദം മൂലം ഒരാളും ഒരു ജോലി സ്ഥലത്തും ജോലി ചെയ്യുകയില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു സ്റ്റാഫ് 2 സ്റ്റാഫിനെ കൊണ്ടുവരണം എന്നും പറഞ്ഞ് അഥവാ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഫൈൻ അടപ്പിക്കുന്ന രീതി നമ്മുടെ ഈ സമൂഹത്തിൽ ഒരു ജോലി സ്ഥലത്തും ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഫൈനൊന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും അവർ ഫൈൻ വാങ്ങിച്ചതിൻ്റെ റെസീറ്റും കാര്യങ്ങളുമായിട്ട് പലരും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈൻ വാങ്ങിച്ചാലും ഇല്ലെങ്കിലും ഏറ്റവും കൂടുതൽ സ്റ്റാഫുകൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്തായാലും നല്ല രീതിയിലുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദമാണ്. ഇതൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെയും വളർച്ചയ്ക്ക് കാരണം അവർക്ക് വരുന്ന കസ്റ്റമറാണ്. പക്ഷേ ഈ കസ്റ്റമർ ഡീൽ ചെയ്യുന്നത് ഈ സ്റ്റാഫുകളാണ്. അപ്പോൾ സ്റ്റാഫുകൾക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു പ്രാധാന്യവും ഇല്ലെന്ന് പറഞ്ഞ് കസ്റ്റമറാണ് ഞങ്ങളുടെ കിങ്ങെന്നും പറഞ്ഞ് ഇരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. കസ്റ്റമർ ഡീൽ ചെയ്യേണ്ട സ്റ്റാഫുകൾക്കും തുല്യ പ്രാധാന്യം തന്നെ ഓരോ ബിസിനസ് സ്ഥാപനത്തിലുമുണ്ട്. അപ്പോൾ അവരുടെ മാനസികമായിട്ടുള്ള തളർച്ചയ്ക്ക് ഒരു ബിസിനസ് സ്ഥാപനവും കാരണമാകരുത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിലേക്ക് കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.